ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ആൻഡ് ഉപദേശം. ഇവിടെ എന്തും എടുക്കും. അപ്പം ഷോർട്ട് വീഡിയോയിൽ കാര്യം തികയുന്നില്ല, കുറച്ചൊന്ന് വിപുലീകരിച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പം സിനിമയാണ് ഇപ്പോഴത്തെയും ചർച്ചാ വിഷയം. കാരണം അതല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഭാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സംഭവം ഇതൊന്നുമില്ല. കേരളത്തിൽ മലയാള സിനിമയാണ് പണ്ട് തൊട്ടേ നമുക്കൊരു താല്പര്യം ഫോളോ ചെയ്യുന്നതല്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. ഹേമ കമ്മിറ്റിയുടെ ആൾക്കാരെ പിടിക്കാതെ നാട്ടിലാർക്കും കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല, വിച്ച് ഈസ് ഫെയർ, എക്സ്പെക്റ്റഡ് ആണ്. ഇതിപ്പോൾ കേൾക്കുന്നവരെല്ലാം പുതിയ സിനിമയിൽ ഇങ്ങനെയാണോ എന്ന് പറയത്തില്ല. ഒരുമാതിരിപ്പെട്ട കുറച്ച് ലോകവിവരമൊക്കെ ഉള്ള ആൾക്കാർക്കും കുറച്ച് ഇതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നോട്ട് ജനറലൈസിങ് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓൾ എക്സ്പെക്റ്റഡ് വാട്ട് ഗോസ് ബിഹൈൻഡ് ദ സീൻസ് ആൻഡ് സ്റ്റഫ്. പക്ഷേ ദർ ഇസ് എ ഫണ്ണി എലമെൻറ്റ് ടു ഇറ്റ്, യുനോ. എല്ലാവരും ഇങ്ങനെ എനിക്ക് തോന്നിയതാണ്, ഇറ്റ് കുഡ് ബി സ്റ്റൂപ്പിഡ് ആസ് ഫക്ക്, ബട്ട് ഓക്കെ, യുനോ. വേറെ സുരേഷ് ഗോപി പുള്ളീനെ പണ്ടാരോ കാര്യമായിട്ട് എന്താ ഊക്കി അങ്ങ് വിട്ടു. ലൈക്ക് ഹി വാസ് ഇൻസൾട്ടഡ്, ലൈക്ക് ഫോർ റിയൽ, ഐ ഗെസ്, യുനോ. എന്നിട്ട് പുള്ളിക്ക് ഇതിനൊക്കെ ഒരു ഇപ്പോൾ ഒരു ചാൻസ് വന്നപ്പോൾ പുള്ളി നൈസായിട്ട് സിനിമ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ച് നേരെ പൊളിറ്റിക്സിലേക്ക് കയറി. കേരളമൊന്നും വേണ്ട, അങ്ങ് ഡൽഹിയിൽ പോയി പിടിച്ചു കേന്ദ്രമന്ത്രിയായിട്ട് വന്ന് നൈസായിട്ട്. പുള്ളിക്ക് മന്ത്രിയാവാനും താല്പര്യമില്ല, പുള്ളിക്ക് കാര്യങ്ങളൊക്കെ നടന്നാൽ മതി. അവസാനം മന്ത്രിയായി ഒരു 2-3 മാസത്തിനുള്ളിൽ എല്ലാവരും ഇവിടുത്തെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പുള്ളി ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു ബാക്കിൽ ഇമേജിലായിട്ട് പോയിട്ട് നൈസായിട്ട് മലയാള സിനിമയിലുള്ള തീർക്കാനുള്ള പണിയെല്ലാം അങ്ങ് കൊടുത്തു വെച്ചു. പിന്നെ ഒരു സെൻട്രൽ മിനിസ്റ്റർ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാഴിയുണ്ടോ? ഒരു മനുഷ്യൻ വിചാരിച്ചാൽ, സെൻട്രൽ മിനിസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനത്തെ ഒരു സിനിമാക്കാരെ ഒന്ന് കൊടയാൻ പറ്റില്ലേ? വേണമെന്ന് വെച്ചാൽ പുള്ളിക്ക് പുട്ടുപഴം പോലെ ചെയ്യാം. മേ ബി എടുത്തിട്ട് കൊടഞ്ഞു എല്ലാവർക്കും. ഹി വാസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മൂവീസ് ഫോർ ക്വൈറ്റ് എ വൈൽ, സോ ഹി ഹാഡ് എ ഫെയർ ചാൻസ്. ഐ മീൻ ഹി കുഡ് ഡു ഇറ്റ് വെരി വെൽ, യു നോ. പുള്ളി ചെയ്തതാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം എല്ലാവരെയും തൂത്തൊട്ടിച്ച് കയ്യിൽ കൊടുക്കും. പുള്ളി ആ തീർക്കാനുള്ള കടകളൊക്കെ തീർത്തു. ആൻഡ് നൗ ഹി ഡസൻറ്റ് ഈവൻ വാണ്ട് ടു ബി എ മിനിസ്റ്റർ. പുള്ളി പറഞ്ഞു, എനിക്ക് വേണ്ടായിരുന്നു, എന്നെ പിടിച്ച് മന്ത്രി ആക്കിയതാണ്, ഞാൻ ചോദിച്ചൊന്നുമില്ല, എനിക്കിനി സിനിമ ചെയ്താൽ മതി. പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്കും ദ ഹോൾ തിങ് ഇസ് ഇൻ എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. കുഡ് ബി സംതിങ്, കുഡ് ബി നത്തിങ്. ചുമ്മാ വെറുതെ ഇരുന്ന് ആലോചിച്ച് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലായിരുന്നു. സൺഡേ ഉച്ചയ്ക്കാണ് എണീറ്റ് വന്നത്, ഇങ്ങനെ വന്നിരിക്കുന്നു. And I'll keep posting random stuff just to get out of my own shell. So, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.